കല്യാണപ്പരെ പോയിക്കണ്ടേ ചോറിന്ന് പോരാണ് സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ അവിടെ സപ്ലയർ ആയിട്ട് നിൽക്കണം മോനെ. നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ കാറ്ററിംഗ് ബോയ്സാ അല്ലേ? റെഡിയല്ലേ? ഓക്കെ. സെലീലിന്റെ നേതൃത്വത്തിൽ നമ്മൾ കാറ്ററിംഗ് ബോയ്സ് ആകാൻ പോവാണ്. ഇത് സെലീലിന്റെ ബ്രദറാണ്. കൂട്ടാണോ? നമ്മളെ അയൽവാസികളുടെ വേണ്ടപ്പെട്ടവരുടെ ആരുടെയെങ്കിലും കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിക്കാണ്ട് സജീവമായിട്ട് പ്രവർത്തിച്ച് കൊടുക്കണം. എങ്ങനെ ചോറ്ററെ പോയിക്കാണ്ട് ചോറിന് സജീവമായിട്ട് പ്രവർത്തിച്ച് കൊടുക്കല്ല, അവിടെ സപ്ലൈർ ആയിട്ട് കൊടുക്കുക. ചോറിന് പിന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് എല്ലാവർക്കും പറ്റും നിൽക്കാറാ. ഏതായാലും കിച്ചണിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര വിളയാട്ടാണ് ആരുടെ ഷെഫുമാരുടെ. ഫുഡ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ കാറ്ററിംഗ് ബോയ്സ് ഉണ്ട്. എന്നാലും മോലെ എണ്ണത്തിൽ ഒരു കമ്മിച്ച തോന്നിയപ്പോൾ നമ്മൾ ഓലെ കൂടെ ജോയിൻ ചെയ്ത് കണ്ട് സഹായിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചു. നല്ലതല്ലേ? ഞാൻ പണിയെടുക്കട്ടോ. എല്ലാവർക്കും ചോറ് കൊടുക്കണേ. ഞാൻ പെയ്മല കൂടുക. പ്ലേറ്റ് എടുത്താൽ മതിയോ? ഫസ്റ്റ് ട്രിപ്പിലോട്ടുള്ള അംഗങ്ങളാണ് ഈ കുത്തി ഒഴുകി വരുന്നത്. ആൾക്കാരൊക്കെ ഒഴുകി വരാൻ തുടങ്ങിട്ടോ. ഇപ്പൊ കസാലൊക്കെ ഒന്നായിട്ട് ഫുള്ളാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യാ? ഇത് തൈര് അച്ചാറ് ബീഫല്ലേ? ഓ ഏറെ സാധനം. സാധനം ഇടക്ക് തൊള്ളക്ക് പോകണ്ടോ? മട്ടൻ പുലാവ്. അങ്ങനെ തിരക്കായി നമ്മൾ മെല്ലെ ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കാൻ അങ്ങനെ തുടങ്ങി സൈഡിൽ കൂടെ. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഞാൻ എങ്ങനെയൊക്കെ ആണ് വീഡിയോ എടുക്കുന്നത്. ഒക്കെ നിങ്ങൾക്കും വേണ്ടാണ്. പിന്നെ വളവന്മാർ ഈ ആയിട്ട് എടുക്കൂല, എന്ത് തൈര് അച്ചാറും കുത്തി കൊടുക്കൂല. ഞാൻ ഏതായാലും ഒരു തട്ട് ചോറേറ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. മാണ്ടികൾക്ക് ചോറേ എന്ന് പറഞ്ഞാണ്ട്. ഭക്ഷണ വിഭാഗങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ ചിക്കൻ പുലാവ് അല്ലാത്ത മട്ടൻ പുലാവ്, ബീഫ് ബിരിയാണി അല്ലാത്ത ചിക്കൻ ബിരിയാണി, ചിക്കൻ പൊരിച്ചതല്ലാത്ത ചിക്കൻ ബ്രോസ്റ്റ്, പിന്നെ എന്താ ഇനി അച്ചാറ്, സാലഡ്, പിന്നെ പ്രധാനപ്പെട്ട വേറെ എന്തോന്നുണ്ടല്ലോ കറുത്ത കളറുള്ള നല്ല ബീഫ് വരട്ടിയതുണ്ട്. മറന്നുപോയി. സെലിയിൽ അപ്പുറത്ത് കൊണ്ടല്ലോ. ഉഷാറല്ലേ? ഫസ്റ്റ് ട്രിപ്പുള്ള ആൾക്കാർ ഇങ്ങനെ കുത്തർന്ന് കഴിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഐറ്റംസ് നമ്മളിങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. സാറേ ഈ 2 ട്രിപ്പ് ആൾക്കാരെ പോയി വരിക. വെയിറ്റ് ചെയ്യാണ്. പെണ്ണുങ്ങളൊന്നും നമ്മൾ കൊടുക്കും. എന്തല്ലേ നമുക്ക് കഴിഞ്ഞിട്ട് അത് ഊരല്ലേ നമ്മള് നമുക്ക് ഇരിക്കല്ലേ? ഇനി ഞങ്ങളാണ്ട് ചോറിനാ ഇരിക്കട്ടെ. ശൈലിയില് എല്ലാ ഞായറാഴ്ച ശനിയാഴ്ചയും കാറ്ററിംഗ് പരിപാടിക്ക് പോണോണ്ട് നല്ല എക്സ്പീരിയൻസ്. മട്ടൻ പുലാവ് പ്ലേറ്റിലോട്ട് തട്ടി തുടങ്ങാന്ന് വിചാരിച്ചു. ഏകദേശം ആൾക്കാർ ചോറ് തിന്ന് കഴിഞ്ഞ് ഏകദേശം തിരക്കൊക്കെ കുറഞ്ഞെന്ന് കഴിഞ്ഞ് തോന്നിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഒഴിഞ്ഞിരിക്കുന്ന കസാല പോയിക്കാണ്ട് ചോറിനാൻ പോയി കുത്തർന്നത്. ഏതായാലും ബ്രോസ്റ്റ് ഒക്കെ നമ്മൾ പ്ലേറ്റിലോട്ട് ഇങ്ങനെ തട്ടിങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അച്ചാറുണ്ട്, നല്ല ബീഫ് വരട്ടിയതുണ്ട്. ബീഫ് ഒരു മുറ്റ് സാധനം കേട്ടോ. അങ്ങോട്ടൊക്കെയാണ് മട്ടൻ പുലാവ് സെറ്റ് സാധനം കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിക്കും കിട്ടില്ലല്ലോ ഈ ഐറ്റം. ഏതായാലും അതും ആ ബീഫും കൂടി കൂട്ടിയാണ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഗന്ധമുണ്ട് മോനെ. സുഗന്ധമല്ല കേട്ടോ, സുഖം. ബ്രോസ്റ്റ് എന്ത് എൻ്റെ ആൾക്കാരല്ല ഫുള്ള് കാറ്ററിംഗില്. ശൈലിയിൽ ഒഴിവുള്ള ദിവസങ്ങളിൽ കാറ്ററിംഗ് വർക്കിനൊക്കെ പോകാറുണ്ട്. ശനി ഞായറൊക്കെ ഒഴിവുള്ള ദിവസം, കോളേജില്ലാത്ത ദിവസങ്ങളൊക്കെ അതിന് പോവലുണ്ട്. ഏതായാലും ഇങ്ങനെ യൂണിഫോം കിട്ടാണ്ട് ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം പണിയുള്ള പരിപാടി തന്നെയാണ്. അധികം സപ്ലൈ ചെയ്യാൻ നമ്മൾ കണ്ടത് പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. സ്റ്റുഡൻസ് ആകുമ്പോൾ അവർക്ക് പോക്കറ്റ് മണിക്ക് ഒരു കാര്യമാണേനും. ഇത് തിന്നു കഴിഞ്ഞിട്ട് അടുത്ത് എന്തെടുക്കുന്നു ആലോചിച്ചാണ്ടാണ് ഓപ്പ തന്നെ തിന്നുന്നത്. അവര് ഹായിട്ടാളി. ഇപ്പൊ അധികം ഓഡിറ്റോറിയത്തിലും പരിപാടിക്ക് ഇങ്ങനെ സ്ക്വയറിൽ സീറ്റ് അറേഞ്ച് ചെയ്താണ് ഫുഡ് കൊടുക്കുന്നത്. മറ്റേ പഴയ പരിപാടി ഉണ്ടല്ലോ, ഒരു ടേബിളിൽ 4 ആൾക്കാർ ഇരുന്നാണ്ട് അയിമക്ക് എന്താണ് സപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മേലനങ്ങും. ഇതാവുമ്പോൾ ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ പിക്കപ്പ് ആയിട്ട് ഇങ്ങനെ അയക്കും കൊണ്ടിങ്ങനെ നിറച്ചു കൊടുക്കണം വേറെ ആയിട്ട്. ഞാൻ പിന്നെ എപ്പോഴും പറയാറുണ്ട്, കല്യാണപ്പരയത്തെ ബ്രോസ്റ്റ് അത് ബ്രോസ്റ്റ് മീഡിയത്തെ ബ്രോസ്റ്റ് അത് വേറെയാണ് രണ്ടും. സെലിയിൽ ഉച്ചക്ക് കോളേജ് കട്ട് ചെയ്താണ്ട് വന്നാ ഇനിയിപ്പോ നേരെ കോളേജ് പോണേലോ. പഠിത്താണ് വലുത്. അല്ല പഠിച്ചാനല്ല, കുറച്ച് ബിരിയാണി. മട്ടൻ പുലാവ് തിന്ന് തീർത്ത സ്ഥിതിക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ മട്ടൻ പുലാവ് കൊണ്ടുപോയി, കാരണം ഫസ്റ്റ് അതാണല്ലോ തിന്നത്. ഏതായാലും സെക്കൻഡ് ആയിട്ട് തിന്നാൻ പോണെങ്കിൽ ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ അടിപൊളി തന്നെയായിരുന്നു. അതും നല്ല ചക്കരപുളി അച്ചാറും കൂടി തിന്നാ മതി. ഇത് പായസോ, സേമിയ പായസോ. സെലീലിന്റെ കാരണം നമുക്ക് അവിടെ നിന്ന് നിറച്ച് കൊണ്ടുവന്ന ഒരു ഇളനീർ പായസം മോഡലായിട്ടാണിത്. ഒരു ഇളനീർ പായസം എന്ന് പറയാം അല്ലേ? കറക്റ്റ് പേരെന്താണെന്ന് അറിയില്ല. പേരിൽ എന്തിരിക്കണേ കുടിച്ചിങ്ങോട്ട് പുളകം കൊണ്ടാ പോരെ. ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഒരു മൈസൂർ പാക്ക് പോലത്തെ ഒരു പാക്കും തിന്നാണ്ട് കയ്യും കേൾക്കണ്ട് നമ്മൾ പള്ളം നിറഞ്ഞെന്ന് പറക്കാണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാണ് പോയി. ഇതാണ് നമ്മൾ നേരത്തെ കുടിച്ച വെടിച്ചില്ല ഐറ്റം. ഇളനീരും സാബുനീരൊക്കെ ഇട്ട് വരുന്ന ഒരു ഐറ്റം. അവിടെ നേരത്തെ നിക്കാഹിന്റെ ചടങ്ങിൽ കൊടുത്ത കാരക്കും പിസ്തയും ബദാമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോഴാണ് എടുക്കുന്നത്. നിക്കാഹിന്റെ നേരത്തെ നമ്മൾ ചോറ്ററയിലേനല്ലോ. ഇതാണ് നമ്മളെ പ്രോ ഷെഫ്. കൊള്ളട്ടോ, മട്ടൻ സ്പെഷ്യൽ അല്ലേ? ഇത് നമ്മളെ സെയ്ത് നാട്ടിലെ മെയിൻ ഷെഫുമാരിലൊരു ഷെഫ്. അല്ലെ ഭയ്യ ആവനാ മധ്യപ്രദേശിൽ നിന്ന്
ചെക്കൻ അവിടെ PG ഒക്കെ എടുത്ത് അവിടെ പഠിക്കാണ്. അവിടെ ചതി വിട്ടുട്ടോ ലീവിന് എന്താണ്ട് മുതലാക്കല്ലേ. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, നമ്മളിവിടെ ഫുഡ് കഴിച്ചാണ്ട്. ഔത്ത് കയറിയപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഇട്ടേനി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ടീന്റെ ഒരു സെക്ഷൻ ഉണ്ടേനി. അവിടെ ശംഖുപുഷ്പത്തിന്റെ ഒരു ടീ ഒക്കെ ഉണ്ട്, എന്തോ ബ്ലൂ ടീ എന്നൊക്കെ പറയണത്. ഇതാണ് ആ സാധനം. എന്നിട്ട് ഇത് ബ്ലൂ കളറൊന്നും ഇല്ലല്ലോ, സെലിയിൽ എന്തോ ബ്ലാക്ക് ടീ എന്നൊക്കെ പറയണ്ട അതിനെ കൊണ്ട്. അവിടെ എന്തുകൊണ്ടുണ്ടാക്കണം? ഇതാണ് ശംഖുപുഷ്പല്ലേ? ഓ സെറ്റ്. ഇത് നമ്മളെ മറ്റേ തൊടിയിലൊക്കെ ഉണ്ടാവണ ഐറ്റല്ലേ? അതിപ്പോ ഭയങ്കര ഡിമാൻഡാ. ഭാവിയിൽ ഇവലെ കല്യാണത്തിന് വധുവിന് എങ്ങനെ പൂ കൊടുക്കാന്ന് ആലോചിച്ച് പ്രാക്ടീസ് ചെയ്യാണ് ഇവല്. ഏതായാലും അടിപൊളിയായി. അപ്പൊ ശരി.